അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് തമ്മിൽ കണ്ടതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ? വായോ. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാന്നേ പിശിക്കുന്ന എല്ലാവരും അടിച്ച് കയറി ഇങ്ങ് വാ എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ചോറ്, ചമ്പാരിയുടെ ചോറാണ്, നമ്മുടെ റേഷൻ അരിയുടെ ചോറാണ്. ഞാനിവിടെ വീട്ടിൽ വയ്ക്കുന്ന റേഷൻ അരി തന്നെയാണ് കേട്ടോ. നമ്മളത് തന്നെയാണ് കഴിക്കുന്നത്. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോരാണ്, വേറെ ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞായിട്ട് ബീട്രൂട്ട് അരി, അതിലേക്ക് ഇച്ചിരി തേങ്ങയും ഇത്തിരി ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എല്ലാം ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുത്ത് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കടുക് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ ദേ ഇവിടെ റെഡി. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സ്വന്തം തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റിൽ നോ കോംപ്രമൈസ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഒന്ന് കമൻ്റ് ഇട്ടേരെ. ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ ആണ്, നമ്മുടെ കുഞ്ഞു കോഴിയാളെ ഫ്രൈ ചെയ്തതാണ്. ഇത് ഡീപ്പ് ഫ്രൈ ആണ്, വളരെ ഓയിലായിട്ടുള്ള ഫ്രൈ അല്ല ഞാൻ ചെയ്യാറ്. ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഓയിൽ കുറച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള പൊരിച്ച മീനും എടുത്തിട്ടുണ്ട്. ഇത് തോരനുണ്ട്, സാമ്പാറുണ്ട്, ചോറുണ്ട്. ഇത് നമ്മുടെ സ്വന്തം കഞ്ഞിവെള്ളം, അതിലേക്ക് ഒരു ഇച്ചിരി പിങ്ക് സോൾട്ട് ഇട്ട് ഞാൻ മിക്സ് ചെയ്യുവാണ്. പിങ്ക് സോൾട്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണ്. അതിൻ്റെ റീസണൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസും റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇത് നമ്മുടെ സ്വന്തം കൂന്തൽ അഥവാ കണവ ഫ്രൈ അല്ല, ഇത് പെരട്ടാണ്. ഇത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കണവ പെരട്ടാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ചെല്ലക്കുട്ടപ്പനായ, നമ്മുടെ ടേസ്റ്റിൻ്റെ രാജാവായ നമ്മുടെ സ്വന്തം അച്ചാർ ഞാൻ തന്നെ ഉണ്ടാക്കിയതായിട്ടോ. ഇത് കുറച്ച് തൈരാണ്. അതിൻ്റെ അടപ്പെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കുപ്പിയുടെ, അതുകൊണ്ടാണ് ഞാൻ ചരിച്ച് അങ്ങോട്ട് ഒഴിച്ചത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ, ഭയങ്കര ടൈറ്റാണ്. എനിക്കൊന്ന് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സ്വന്തം പപ്പടവും. അപ്പോൾ നമ്മുടെ ഊണിവിടെ പൂർണ്ണമായി എന്താ പറയുക അല്ലേ, നമുക്ക് ഇന്നൊരു പിടി അങ്ങ് പിടിക്കണം. കണവ പെരട്ടുണ്ട്, ബീട്രൂട്ടുണ്ട്, തോരനുണ്ട്, നമ്മുടെ പൊരിച്ചമീനുണ്ട്, പപ്പടമുണ്ട്, തൈരുണ്ട്, നമ്മുടെ സാമ്പാറുണ്ട്, കഞ്ഞിവെള്ളവും ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിശുക്കൊന്നും കാണിക്കാതെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോകളൊക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കഴിക്കാതൊക്കെ ഇരിക്കുവാണെങ്കിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുക. വളരെ ഹെൽത്തി ആയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ, അതും വീട്ടിൽ നിന്ന് കഴിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. കാരണം എന്തൊക്കെ അസുഖങ്ങളാണ്, പല 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 കൂടുതൽ ഇപ്പോൾ ഹിന്ദിക്കാരാണ് ഫുഡുകൾ ഉണ്ടാക്കുന്ന ഹോട്ടലിലൊക്കെ. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഹോട്ടലിൽ കയറാൻ തോന്നില്ല സത്യം. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ തോരൻ വെച്ചു, കാരണം എന്ന് വെച്ചാൽ ഞാൻ പച്ചക്കറി കുറച്ച് കൂടുതൽ കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ്, വളരെ ഹെൽത്തി ആണല്ലോ. ഞാൻ ഇപ്പോൾ എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതലെടുത്തു. ചോറ് ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ, കറികൾ ഞാൻ കൂടുതലെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.